ബാങ്കോക്കിൽ നിന്ന് പട്ടയിലേക്ക് 150 കിലോമീറ്ററാണ്. ടാക്സിക്ക് പോയാൽ 2 മണിക്കൂർ കൊണ്ട് പട്ടയിലെത്താം. രാവിലെ പട്ടയിൽ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇന്ന് തന്നെ തിരിച്ചു വരാനാണ് പ്ലാൻ. ഈ ട്രിപ്പിനായി 2500 തായ് ബാത്താണ് ടാക്സി ചാർജ് പറഞ്ഞിരിക്കുന്നത്. തായ്ലൻഡിലെ റോഡുകളും വഴിയിലെ കാഴ്ചകളുമൊക്കെ കേരളത്തിലേതുപോലെ തന്നെയാണ്. നാട്ടിലെ കാഴ്ചകൾ പോലെ തന്നെ വഴിയരികിലെ ഇലക്ട്രിക് പോസ്റ്റുകളും തെങ്ങുകളും മരങ്ങളുമെല്ലാം അതുപോലെ തന്നെ നമുക്ക് കാണാം. നാട്ടിലേതുപോലെ തന്നെ വഴിയരികിൽ ഇടയ്ക്ക് റബ്ബർ തോട്ടങ്ങളുമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ടൈഗർ പാർക്കിലാണ്. ഇവിടെ ടൈഗർ മാത്രമല്ല മറ്റ് പല മൃഗങ്ങളും ഉണ്ട്. ടൂറിസ്റ്റുകൾക്ക് ഈ മൃഗങ്ങളുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു കൊടുക്കുന്നതാണ് ഇവരുടെ ബിസിനസ്. ഇതുപോലെയുള്ള ധാരാളം സ്ഥലങ്ങൾ തായ്ലൻഡിൽ ഉണ്ട്. ടൂറിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്നാൽ അവർ ചിലവാക്കുന്ന തുകയുടെ ഒരു നിശ്ചിത ശതമാനം കൊണ്ടുവരുന്ന ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഏജൻറ്റിന് കമ്മീഷനായി കിട്ടും. ഇവിടെ ടൈഗറിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിന് 1000 തായ് ബാത്താണ് ചാർജ് ചെയ്യുന്നത്. ടൈഗറിൻ്റെ കൂടിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മൊബൈൽ, പേഴ്സ് അതുപോലെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും വെളിയിൽ വെച്ചതിന് ശേഷം വേണം കൂടിനുള്ളിലേക്ക് കയറാൻ. അടുത്തുള്ള കൂടുകളിലൊക്കെ മറ്റ് പല മൃഗങ്ങളും ഉണ്ട്. ഒരു ജീവനക്കാരൻ നമ്മളെ കടുവയുടെ കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കടുവയുടെ അടുത്ത് എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ളതൊക്കെ കാണിച്ചു തരും. കടുവയുടെ കഴുത്തിൽ ഇതുപോലെ തലോടിക്കൊണ്ടിരുന്നാൽ കടുവ അനങ്ങാതെ കിടക്കും. ദയവായി ഇത് കണ്ടിട്ട് ആരും കാട്ടിൽ കിടക്കുന്ന കടുവയുടെ തലയിൽ ഇതുപോലെ തലോടി നോക്കരുത്. ശരിക്ക് തലോടിയില്ലെങ്കിൽ കടുവയ്ക്ക് ദേഷ്യം വരും. കടുവയുടെ ജീവനക്കാരൊക്കെ അടുത്തുള്ളത് കൊണ്ടും പിന്നെ കടുവയുടെ കഴുത്തിൽ നല്ല ചെങ്ങലയിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത് കൊണ്ടും നമുക്ക് ധൈര്യമായിട്ട് കടുവയുടെ പുറകിലിരുന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെ ടൈഗറിനൊപ്പമുള്ള ഫോട്ടോഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതിരുന്നതുകൊണ്ട് നല്ല വിശപ്പ് തോന്നി. അങ്ങനെ ഒരു തായ് ലോക്കൽ കടയിൽ കയറി അവിടെ എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന് നോക്കാമെന്ന് തീരുമാനിച്ചു. ഇതാണ് ആ കടയിലെ കാഴ്ചകൾ. തായ് വെജിറ്റബിൾ നൂഡിൽസും തായ് ചിക്കൻ നൂഡിൽസുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതിലെ വെള്ളം കോരി കുടിക്കാൻ സ്പൂണും നൂഡിൽസ് കഴിക്കാൻ ചോപ്സ്റ്റിക്കുമാണ്. സത്യം പറഞ്ഞാൽ ഇതിനൊരു വെടക്ക് ടേസ്റ്റാണ്. സാധാരണഗതിയിൽ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടില്ല. ഞങ്ങൾ ചോപ്സ്റ്റിക്കും സ്പൂണും ഒക്കെ പരീക്ഷിച്ചു നോക്കി. പട്ടായയിലെ ടെർമിനൽ 21 എന്ന മാളാണ് ഈ വലതുവശത്തായി കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പട്ടയ ബീച്ചിലാണ് എത്തിയിരിക്കുന്നത്. പട്ടയിലെ പ്രശസ്തമായ സാഞ്ചുറി ഓഫ് ട്രൂത്ത് കാണാനാണ് അടുത്തതായി ഞങ്ങൾ പോയത്. തടി കൊണ്ട് മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഈ കാസിൽ അതിബൃഹത്തായ ഒരു ആർക്കിടെക്ചറൽ വിസ്മയമാണ്. ഏതാണ്ട് 3 മണിക്കൂറോളം സമയം അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവിടെ ചിലവഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പട്ടയിലെ രാജധാനി ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു. അങ്ങനെ പട്ടയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വൈകുന്നേരം 4:30 ഞങ്ങൾ തിരിച്ച് ബാങ്കോക്കിലെത്തി.